നമ്മുടെ പഴയ മോഡൽ M80 ഉരുമ്പടിച്ച് പണ്ടാറാണ് കിടക്കുന്നത്. ആ R15 എവിടാ ഇത്? അപ്പൊ R15 ഇവിടെ മറ്റേ പഴയ മോഡൽ വണ്ടിയാന്ന് തോന്നുന്നു. വണ്ടിയുടെ ടയർ മാത്രമുണ്ട് കാണാനായിട്ടുള്ള. കണ്ട ടയർ മാത്രമേ ഇവിടെ ഇരിപ്പുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഫ്ലോ മല്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെറിയൊരു ഷോപ്പിലെത്തിരിക്കുകയാണ്. പഴയ വണ്ടിയുടെ പാർട്സും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനൊരു വീട് ഇടണമെന്ന് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതാ, എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഫുള്ള് കാണും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങളായിട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, വണ്ടിയുടെ പാർട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കെല്ലാം നേരെ സാധനങ്ങളെല്ലാം കണ്ടുവെക്കാം. പിന്നെ പുള്ളിക്ക് ഇതുമായിട്ട് പറയാൻ വലിയ താല്പര്യമില്ല. പുള്ളി ഇതായിട്ട് പേടിച്ചിരിക്കുക, നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്. അതും കുഴപ്പമില്ല, നമ്മൾ വണ്ടിയുടെ കാര്യങ്ങൾ നമ്മളെല്ലാം നോക്കിയിട്ട് നമുക്ക് പറ്റുന്നത് എല്ലാം പറഞ്ഞുതരാം. പിന്നെ പുള്ളിയുടെ അപ്പുറത്തൊരു ഷോപ്പുണ്ട്, അവിടെ വണ്ടിയുടെ കവറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു പൾസറിൻ്റെ ബൈക്ക് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ കണ്ട പൾസറിൻ്റെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിൻ്റെ മേലെ ഒരു ഹെൽമെറ്റൊക്കെ ഇരിക്കുന്നു. ഇതാരുടെ ബൈക്കാ? നിങ്ങളുടെ ഹെൽമെറ്റാണ്. ടയറും കാര്യങ്ങളൊക്കെ അത് ഇവിടെ ഇട്ടിട്ടുണ്ട്, നിറച്ച് ടയർ കിടപ്പുണ്ട്. ഇതൊക്കെ പഴയ മോഡൽ സ്പ്ലെൻഡറിൻ്റെ ടയറൊക്കെ. അകത്തോട്ട് പോകുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. നമ്മുടെ ബജാജ് പ്ലാറ്റിനയുടെ ടാങ്ക് കവർ കിടക്കുന്നു. പിന്നെ വേണ്ട, ഇത് ഏത് സൈലൻസറാ ഭായ്? എഫ് സിയുടെ സൈലൻസർ കിടക്കുന്നത്. പിന്നെ ഇഞ്ചനെ കിടപ്പുണ്ട്. ഇതെന്തിൻ്റെ ഇഞ്ചനാ? എല്ലാം ഉണ്ട്. ആണോ? പഴയ മോഡൽ AS നമ്മൾ കണ്ടിട്ട് തന്നെ വർഷങ്ങളാണ്. AS അല്ല, LS കണ്ട 135. പിന്നെ ഡിസ്കവറൊക്കെ ഇരിപ്പുണ്ട്. പഴയ മോഡൽ സുസുക്കിയുടെ യമഹ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഗായ്സ്, നമ്മളെ ഇല്ലില്ല, നിങ്ങളുടെ വീഡിയോ എടുക്കത്തില്ലേ? അപ്പോൾ റിമ്മും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ഇക്കാൻ്റെ അപ്പുറത്തൊരു ഷോപ്പുണ്ട്, അപ്പോൾ അവിടെ വണ്ടിയുടെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ തൂക്കിയിട്ടുണ്ട് സ്കൂട്ടറിൻ്റെ സാധനമൊക്കെ. പുള്ളി മേടിച്ചിരിക്കുകയാണല്ലോ അവിടെ. വണ്ടിയുടെ മീറ്ററൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഉണ്ടോ? എല്ലാം വീഡിയോ എടുത്തിട്ടേ പോകത്തുള്ളൂ നമ്മളിന്ന്. ടാങ്ക്, ഇവിടെ ടാങ്ക് കളക്ഷൻ കിടപ്പുണ്ട്. പഴയ മോഡൽ ടാങ്ക്, നമ്മുടെ ഹീറോ ഹോണ്ടയുടെ ടാങ്ക്, പിന്നെ സീറ്റ് കവറൊക്കെ കിടപ്പുണ്ട്. ഡിസ്കവറിൻ്റെ ടാങ്ക് കിടപ്പുണ്ട്, സൂപ്പർ സ്പ്ലെൻഡറിൻ്റെ ടാങ്ക് കിടപ്പുണ്ട്, പിന്നെ ബജാജിൻ്റെ ഉണ്ട്. ടാങ്ക് കളക്ഷനെല്ലാം ഇവിടെ കിടപ്പുണ്ട്. പിന്നെ നമ്മളിത് ഇവിടെ തൂക്കിയിട്ടിപ്പോൾ തന്നെ ഹെഡും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വണ്ടിയുടെ എല്ലാ വണ്ടിയുടെ ഹെഡ് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല ഹെഡും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇഞ്ചൻ്റെ എന്താ സാധനമാണെന്ന് തോന്നുന്നു. ഇതും ഒരു ടാങ്ക് തന്നെ. പിന്നെ അതെ, നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ഐസ് കിടപ്പുണ്ട് പൊളിച്ചിട്ട്, പഴയ ഒരു ഐസ്. ഇതിൻ്റെ അകത്തൊക്കെ മുറിയാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറും. അപ്പോൾ കഴിച്ചത് ഇതൊരു വീടാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം വണ്ടിയുടെ പാർട്സും സാധനങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ വന്ന് നമ്മളെ കോൺടാക്ട് ചെയ്തെടുക്കുക. പുള്ളിക്ക് ഇതുമായിട്ട് പറയാൻ താല്പര്യമില്ല, അതാണ്. അപ്പം ചെയിനും സോക്കറ്റൊക്കെ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ. ഇത് ഷോക്ക് ഒബ്സറാന്ന് തോന്നുന്നു, വണ്ടിയുടെ ഷോക്ക് ഒബ്സർ. വെട്ടം പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം വണ്ടിയുടെ പാക്സും കാര്യങ്ങളല്ലേ ഇവിടെ കിടക്കുന്നത് ഗായ്സ്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വലുതായിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ പഴയ വണ്ടിയുടെ സാധനങ്ങളെല്ലാം ഇവിടെ കണ്ടെന്നേ ഉള്ളൂ. ഇതുണ്ടോ, ഇതെന്തോ സിലണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വലിയൊരു സൈലൻസർ കിടപ്പുണ്ട്. അപ്പം കഴിച്ച് നമ്മുടെ അലോയ് റിമ്മും ഇപ്പുറത്ത് കിടപ്പുണ്ട്. കുറച്ച് അലോയ് റിമ്മും കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്.
നമ്മുടെ പഴയ മോഡൽ M80 തുരുമ്പടിച്ച് പണ്ടാറണയും കിടക്കുന്നു. ആ R15 എവിടാ ഇത്? അപ്പൊ R15 ഇവിടെ മറ്റേ പഴയ മോഡൽ വണ്ടിയാന്ന് തോന്നുന്നു. വണ്ടിയുടെ ടയർ മാത്രമുണ്ട് കാണാനായിട്ടുള്ള. കണ്ട ടയർ മാത്രമേ ഇവിടെ ഇരിപ്പുണ്ട്, വണ്ടിയിലൊന്നും ഇല്ല ഗൈസ്. ടയറും ഒരു നല്ലൊരു ഇൻഡിക്കേറ്ററും ഉണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടൊന്ന് വരണ, അകത്തോട്ടൊന്ന് വരണ. അപ്പം കഴിച്ചതേ ഫ്രണ്ടിലെ ഷോക്ക് ഓപ്സറും ഹാൻഡിലും കാര്യങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട്. നിറച്ച് ഹാൻഡിലും കാര്യങ്ങളും. പിന്നെ ഇവിടെ ബാറ്ററിയുടെ എന്താ സാധനമൊക്കെ കിടപ്പുണ്ടല്ലോ, തൂക്കിട്ടുണ്ട്. ആ വീഡിയോ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഹാൻഡിലും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ പുതുപുത്തൻ ഇതുപോലുള്ള വീഡിയോ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. വയറിംഗ് കിറ്റാ? ഇത് വയറിംഗ് കിറ്റ് സാധനങ്ങളെല്ലാം മാറ്റിയിട്ടിരിക്കുക. അപ്പം എന്താണ്ട് ഒരു ബായ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. എന്താ ഇഞ്ചൻ അഴിക്കുന്ന? ഇഞ്ചനെ ഓയിലും ഗ്രീസൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. ക്രാങ്കാ? ഇത് ഡിസ്ക് അല്ലേ ബായ്? ഡിസ്ക്. അപ്പം എവിടെ MS? NS. ഒരു NS ബൈക്ക് ഇരിപ്പുണ്ട് ബായ്, ബജാജ് NS 160. NS 160 ബജാജ്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഇത് മീറ്ററും കിടപ്പുണ്ട്. വേറെ NSന്റെ ടാങ്ക് അല്ലേ കിടക്കുന്നത്? ടാങ്ക് NSന്റെ ടാങ്ക്, ഒരു അത്യാവശ്യം നല്ലൊരു ടാങ്ക് അത്. പിന്നെ ഇത് എന്തോ ബായ്? എൻ്റെ ഹെഡാണ്. NS ആണോ? NSന്റെ ഹെഡും ഉണ്ട് ഗായ്സ്, കണ്ടല്ലോ. പിന്നെ ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ പ്ലസ് ആണെന്ന് തോന്നുന്നു കിടക്കുന്നത്. പ്ലസ് അല്ലേ? പിന്നെ അതേ അലോയും ഒരു റിമ്മുമായിട്ട് കറക്റ്റായിട്ട് കിടപ്പുണ്ട്, കണ്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഷോപ്പില്ലേ ഇവരുടെ, ആ ഷോപ്പിലും കൂടെ പോയിട്ട് ബാക്കി എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് അപ്പുറത്തെ ഷോപ്പിലേക്ക് പോകാം ഗായ്സ്. ഇവർക്ക് അപ്പുറത്തൊരു ചെറിയൊരു ഷോപ്പുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗായ്സ് ഇത് നമ്മുടെ കാക്കാളം ബ്രിഡ്ജ് കയറുന്നതിന് മുന്നേ ആയിട്ടുള്ള പാലമാണിത്. കാക്കാളം അല്ല, ഇരട്ടക്കുളം കട. അപ്പോൾ ഇവിടുത്തെ ഒരു മാക്സ്ട്രോയുടെ സ്കൂട്ടറൊക്കെ ഇരിപ്പുണ്ട്. 150യുടെ ഡിസ്കവറും ഇതേതോ ഒരു പഴയ മോഡൽ ഹീറോ ഹോണ്ട. അപ്പോൾ ഇവരുടെ അപ്പുറത്തെ ഷോപ്പിലേക്കൊന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. രണ്ടാക്കാണ്. അപ്പം ഗൈസ് അവരുടെ ചെറിയ ഷോപ്പിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ KTMന്റെ ബോഡി കിറ്റൊക്കെ കിടപ്പുണ്ട്. പിന്നെ ടാങ്ക് കവറും കിടപ്പുണ്ട്. അവരുടെ ഈ ഷോപ്പ് അടച്ചിട്ടിരിക്കാന്ന് തോന്നുന്നു ഗൈസ്. ചെറിയ ബോഡി കിറ്റൊക്കെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഏതൊരു ബൈക്ക് ഇരിപ്പുണ്ട്. ഇതേതാ? ടണ്ടറിൻ്റെ ഏതൊരു ബൈക്കൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവരുടെ അപ്പുറത്തെ ഷോപ്പ് അവിടെയാണ് ഗൈസ്. അപ്പോൾ ഇത് അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് കാനങ്ങളും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. KTMന്റെ പഴയ മോഡൽ ടാങ്ക് കവർ അത് കണ്ട ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് ബൈക്ക് ഇരിപ്പുണ്ട്. സൂപ്പർ സ്പ്ലെൻഡറൊക്കെ ഇരിപ്പുണ്ട്, പഴയ മോഡൽ. ഇതിലാ അലോയ് വീല്. അപ്പം ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ കാക്കാട് ഏരിയയിലുള്ള ഒരു സ്പോട്ടാണ് ഈ ബൈക്കൊക്കെ ഉള്ള പഴയ മോഡൽ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.